പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു ഈവനിങ് വ്ളോഗാണ്. പിച്ചൂട്ടനും ദേവൂട്ടനും ഒക്കെ സ്കൂളിൽ നിന്ന് വന്നു. ലേറ്റായിട്ടല്ലേ അവർ വരുന്നത്, അതുകൊണ്ട് തന്നെ നല്ല വിശന്നിട്ടാണ് വരുന്നത്. വന്ന പാടെ തന്നെ ചായ കുടിക്കുകയും ബിസ്ക്കറ്റ് കഴിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. ടി വി കണ്ടുകൊണ്ട് രാവിലെ നമ്മൾ ടി വി വെപ്പിക്കത്തില്ലല്ലോ, പുറത്തുകൂടെയൊക്കെ ഇറങ്ങി കളിക്കാൻ പറയും. അതുകൊണ്ട് വൈകുന്നേരം വരുമ്പോൾ തന്നെ വലിയ ഇഷ്ടമാണ് ടി വിയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഇതമ്മ പച്ചരി മിക്സിയിൽ ജാറിൽ പൊടിച്ചിട്ട് വറുത്ത് വെച്ചേക്കുക കേട്ടോ. പുട്ടിനുള്ള പൊടിയാണേ. അവർ വീണ്ടും ടി വിയുടെ ഫ്രണ്ടിലേക്ക് കയറി കേട്ടോ. പിന്നെ നമുക്ക് ഇന്നൊരു ഉള്ളിക്കറി വെക്കാം. അത് കുറച്ചൊരു എന്നും വെക്കുന്നതിലും വ്യത്യാസമായിട്ട് വെക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ നിങ്ങളൊന്ന് വെച്ച് നോക്കണം കേട്ടോ. സവോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അന്നേരത്തേന് ഞാൻ പൂരിക്ക് കുറച്ച് പൂരി ഉണ്ടാക്കണം, ചപ്പാത്തി ഉണ്ടാക്കണം. അതിനുള്ള മാവും കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. ചീനിച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിച്ചിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും ഇട്ട് വഴറ്റുന്നുണ്ട്. ഉപ്പും ഇടുവേ. ഇത് ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് വഴണ്ട് വരണം കേട്ടോ. ആ ഒരു ഗോൾഡൻ കളർ അങ്ങനെ നന്നായിട്ട് വഴണ്ടാലേ ആ ഒരു ടേസ്റ്റ് വരുള്ളൂ. അത് ആ കൂടെ തന്നെ നമുക്ക് കുറച്ച് തേങ്ങ ചിരണ്ടിയിട്ട് പെരുംജീരകവും കൂടെ അരച്ചെടുക്കണം. നല്ല ഇതായിട്ട് അരഞ്ഞ് കിട്ടണം കേട്ടോ. എന്നാലേ ഉള്ളൂ. കറിയിൽ തേങ്ങ ചേർത്തിട്ടുണ്ടെന്ന് തോന്നരുത്. ആ ഒരു പരുവത്തിന് അരച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ വഴറ്റിക്കൊണ്ടിരുന്ന എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. അപ്പം നമ്മൾ അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു. അത് ഞാൻ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മീറ്റ് മസാല, എല്ലാം തുള്ളി മതി കേട്ടോ. അല്ലെങ്കിൽ ഒരുപാട് അതിൻ്റെ ചുവ അങ്ങനെ വരണ്ട. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മളിങ്ങനെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് ഒരുപാട് ചാറില്ലാണ്ട് കുറുക്കി ആ ഒരു രീതിയിലും അങ്ങനെയൊക്കെ എടുക്കില്ല. പക്ഷേ അതിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. ഒരു പ്രത്യേക ടേസ്റ്റ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അധികം എരിവില്ല. കാരണം നമ്മൾ മസാലകളെല്ലാം വളരെ കുറച്ച് ചേർക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരുപാട് എരിവില്ലാത്തതുകൊണ്ട് പിള്ളേർക്കുമൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. നമ്മൾ ഇടയ്ക്കൊക്കെ പുറത്തു നിന്നൊക്കെ പോയി കഴിക്കില്ലേ, മുട്ടക്കറി അല്ലെങ്കിൽ ചിക്കൻ കറിയൊക്കെ കഴിക്കുമ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റ് ഇല്ലേ പുറത്തുനിന്ന് കഴിക്കുമ്പോൾ. ആ ഒരു രുചി അങ്ങനെ തോന്നും കേട്ടോ. പൊടികളെല്ലാം ഇട്ടിട്ടുണ്ട്. എന്നിട്ട് കരിഞ്ഞു പോകാതെ അതൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് കുറച്ച് പഞ്ചസാര ഇതിനകത്തേക്ക് ചേർക്കണേ. അതും മസ്റ്റാണ്. കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട്, അപ്പം നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടല്ലോ തേങ്ങയും പെരുംജീരകവും, ആ അരച്ച് വെച്ചിരിക്കുന്നതും കൂടെ നമുക്കിതിനകത്ത് പഞ്ചസാര ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ആ തേങ്ങ അരച്ചതും കൂടെ ഇടാം. തേങ്ങയാണെന്ന് തോന്നത്തേ ഇല്ല കേട്ടോ. നല്ല കൊഴുപ്പിൽ കറിയിരിക്കും. പക്ഷെ അരയണം. തേങ്ങ നന്നായിട്ട് അരഞ്ഞാൽ മാത്രമേ ശരിയാവുകയുള്ളൂ. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് നമുക്ക് പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് അത് ചാറാക്കാം. അത്യാവശ്യം നന്നായിട്ടൊന്ന് കുറച്ച് നേരം അത് വഴറ്റണം കേട്ടോ, തേങ്ങയും കൂടെ ഇട്ടിട്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് നമുക്ക് എത്ര ചാറാണോ വേണ്ട അതനുസരിച്ച് വെള്ളം ഒഴിച്ച് വെക്കാം. പക്ഷേ കുറേ ഒഴിക്കുന്നതായിരിക്കും നല്ലത്, കാരണം അത് കുറുകും. പിന്നെ ഞാൻ കുറച്ച് മല്ലിയില ഇടുന്നുണ്ട് കേട്ടോ. എൻ്റെ മൈസൂർ മല്ലി ഉണ്ടായിരുന്നുള്ളൂ. സാദാ മല്ലി അത് തീർന്നായിരുന്നു. അപ്പോൾ മൈസൂർ മല്ലി, ഈ മല്ലി ഇലയും കൂടെ അതിൽ വരണം കേട്ടോ. എന്നാലേ ഉള്ളൂ ആ കറിയുടെ ടേസ്റ്റ് ശരിക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പം നന്നായിട്ടൊന്ന് തിളച്ചു, കുറുകിയിട്ടുണ്ട്. നമ്മൾ ചാറാക്കിയതിലും കുറുകിയിട്ടുണ്ട്. അങ്ങനെ കറി റെഡി ആയിട്ടുണ്ട്. ഉള്ളിക്കറി റെഡി ആയിട്ടുണ്ട്. അമ്മ അപ്പോഴത്തേനും വിളക്കൊക്കെ വെച്ചു. ഞാനും അമ്മയും പിന്നെ നാമം ചൊല്ലാനൊക്കെ കയറി. ഇനി നാമമൊക്കെ ചൊല്ലിയിട്ട് വന്നു കഴിഞ്ഞിട്ട് പിള്ളേർക്ക് പൂരി ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ പൂരിയൊക്കെ ഉണ്ടാക്കി അങ്ങനെ അവർക്കും കൊടുത്തു. എല്ലാവരും കഴിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറയുന്നത്. വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. മറ്റൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.